പകൽഗാമിൽ നുഴഞ്ഞുകയറിയ ഭീകരർ 26 നിരായുധരായ മനുഷ്യരെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിനുള്ള ഇന്ത്യയുടെ തിരിച്ചടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ പാകിസ്ഥാനും പ്രകോപനം ശക്തമാക്കിയപ്പോൾ പാകിന് അനുകൂലമായ നിലപാടാണ് ചൈന മുന്നോട്ട് വെച്ചത്. പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ആയുധ ദാതാവാണ് ചൈന. അതായത് ഇന്ത്യക്കെതിരെ തിരിഞ്ഞ പാകിസ്ഥാനെ പിരികേറ്റുന്നത് ചൈനയാണ് എന്നർത്ഥം. 2020 മുതൽ 2024 വരെ ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് ആകെ പ്രതിരോധ വിപണിയുടെ 81% ചൈനയിൽ നിന്നുള്ള ആയുധമാണ് ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്ത്യ പാക് സംഘർഷം പുകയുന്നതിനിടയിലും പാകിസ്ഥാന് വീണ്ടും ആയുധങ്ങളും യുദ്ധ സാമഗ്രികളും നൽകിയിരിക്കുകയാണ് ചൈന. 8 പുതിയ അത്യാധുനിക ഹാംഗർ ക്ലാസ് അന്തർവാഹിനികൾ മൂന്നാമത്തേത് ചൈന പാകിസ്ഥാന് കൈമാറിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ചൈനയിലെ സർക്കാർ നിയന്ത്രണത്തിലുള്ള മാധ്യമമായ ഗ്ലോബൽ ടൈംസിലെ റിപ്പോർട്ട് അനുസരിച്ച് മൂന്നാമത്തെ ഹാംഗർ ക്ലാസ് അന്തർവാഹിനിയുടെ നീറ്റിലിറക്കൽ ചടങ്ങ് വ്യാഴാഴ്ച മധ്യ ചൈനയിലെ ഹുബൈ പ്രവിശ്യയിലെ വുഹാനിൽ നടന്നു. പാകിസ്ഥാനു വേണ്ടി ചൈന നിർമ്മിക്കുന്ന 8 അന്തർവാഹിനികൾ രണ്ടാമത്തേത് ഈ വർഷം മാർച്ചിലാണ് കൈമാറിയത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തങ്ങളുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യത്തിന് പിന്തുണ വർദ്ധിക്കുന്നതിന്റെ ഭാഗമായി പാകിസ്ഥാന്റെ നാവികശേഷി വർദ്ധിപ്പിക്കാനാണ് ഈ കൈമാറ്റങ്ങളിലൂടെ ചൈന ലക്ഷ്യമിടുന്നത് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇതിനു പുറമെ കഴിഞ്ഞ ചില വർഷങ്ങൾക്കിടെ 4 ആധുനിക നാവിക ഫ്രിഗേറ്റുകളും ചൈന പാകിസ്ഥാന് നൽകിയിട്ടുണ്ട്. അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ചൈന സ്ഥിരമായ വിപുലീകരണം ലക്ഷ്യമിടുന്ന സമയത്താണ് ഈ പുതിയ കൈമാറ്റം നടക്കുന്നതും എന്നതും ശ്രദ്ധേയമാണ്. ബലൂചിസ്ഥാനിലെ ഗോദർ തുറമുഖം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഇതേ സമുദ്രമേഖലയിൽ തന്നെയാണ്. ഹാംഗർ ക്ലാസ് അന്തർവാഹിനിയുടെ അത്യാധുനിക ആയുധങ്ങളും നൂതന സെൻസറുകളുടെയും പ്രാദേശിക ശക്തി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലും സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിലും നിർണായകമാകുമെന്നും പാകിസ്ഥാൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് പ്രോജക്ട് 2 വൈസ് അഡ്മിറൽ അബ്ദുൾ സമദ് വ്യക്തമാക്കുന്നു. മൂന്നാമത്തെ അന്തർവാഹിനിയുടെ നീറ്റിലിറക്കലിന്റെ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്തിടെ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാന്റെ 81% സൈനിക ഉപകരണങ്ങളും വിതരണം ചെയ്തത് ചൈനയാണ്. ഇരു രാജ്യങ്ങളും സംയുക്തമായി നിർമ്മിക്കുന്ന JF-17 യുദ്ധവിമാനങ്ങൾക്ക് പുറമെ വിവിധ ഉദ്ദേശങ്ങൾക്കായി J-10CEയും യുദ്ധവിമാനങ്ങളിലെ ആദ്യത്തേത് 2022 ചൈന പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് കൈമാറിയിരുന്നു. ഹാംഗർ ക്ലാസ് അന്തർവാഹിനികൾക്ക് ശക്തമായ പോരാട്ട ശേഷിയുണ്ടെന്നും ചൈനീസ് സൈനിക വിദഗ്ധനായ ഷാങ് ജുൻ ഗ്ലോബൽ ടൈംസിനോട് വ്യക്തമാക്കുന്നുണ്ട്. സമഗ്രമായ സെൻസർ സംവിധാനങ്ങൾ, മികച്ച സ്റ്റെൽത്ത് സവിശേഷതകൾ, ഉയർന്ന ചലനാത്മകത, ദീർഘനേരം നിൽക്കാനുള്ള ശേഷി, ശക്തമായ വെടിമരുന്ന് ശേഷി എന്നിവ ഇതിന്റെ പ്രത്യേകതകളാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച